രാവിലത്തെ വീഡിയോ കണ്ട കുറച്ച് പേർക്കെങ്കിലും ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ദേ ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാം പിറന്നാളുകാരിക്ക് നാക്കിലയിലാണ് കേട്ടോ ചോറ് വിളമ്പുന്നത്. മറ്റൊരു ഇലയിലായിട്ട് അരിയും പൂവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ വിളക്ക് വെച്ചു. വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സദ്യയൊക്കെ വിളമ്പിയത്. അധികം വിഭവങ്ങളൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ട് സദ്യ ആണെങ്കിലും അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം, അച്ചാർ, പിന്നെ എന്തെങ്കിലും മധുരം വേണ്ടേന്ന് കരുതിയിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു ജിലേബി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ സദ്യവട്ടങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് കടന്നു. അരിയും പൂവും ഇടുക എന്നുള്ളതായിരുന്നു. അമ്മ ചെയ്യുന്നത് കണ്ടപ്പോൾ ദേ ഇവനും അത് ചെയ്യണം എന്നായിട്ടോ. അങ്ങനെ അവിടെയുള്ള അരിയും പൂവും എല്ലാം കൂടി എൻ്റെ തലയിൽ കൂടി എടുത്ത് വെതറിയിട്ടുണ്ട്. പിന്നെ അമ്മമ്മയും അച്ഛനും കൂടി ആ ചടങ്ങ് തീർത്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ സദ്യ കഴിക്കാനിരുന്നു. ഇത്ര ഫുഡൊന്നും ഞാൻ സാധാരണ കഴിക്കാറില്ല, പക്ഷേ പിറന്നാൾ സദ്യ ആയതുകൊണ്ട് അത്യാവശ്യം വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും സദ്യ ഇഷ്ടമാവും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.